അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറഞ്ഞാൽ എന്ത് സാധനമായിരുന്നു? ഇത്രേ ഉള്ളൂ, ഒരു സർക്കിള്. ആ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവും അല്ലേ. ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈനാണ് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര. ഇതറിയാവുന്ന അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇതേ ഒരു സർക്കിൾ, ആ സർക്കിളിൽ നമ്മളൊരു സെന്റർ എടുത്തു, എന്നിട്ട് പുറത്ത ഒരു പോയിന്റ് എടുക്കുവാണ്, അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുക്കുവാണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റ് എടുക്കുവാണ്, സർക്കിളിന് പുറത്തുള്ള അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുക്കുവാണ്. നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് എത്ര ടാൻജന്റുകൾ വരയ്ക്കാൻ പറ്റും, എത്ര തൊടുവരകൾ വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞ ചോദ്യം എന്താണ്? പുറത്തെ പോയിന്റിൽ നിന്നും, പുറത്തെ ഏതൊരു പോയിന്റ് എടുത്താലും സർക്കിളിലേക്ക് എത്ര ടാൻജന്റുകൾ, എത്ര തൊടുവരകൾ വരയ്ക്കാൻ പറ്റും? സിമ്പിൾ ആണ്. ഉത്തരം 2 തൊടുവരകൾ അല്ലെങ്കിൽ 2 ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. കേട്ടല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടല്ലോ. ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 2 തൊടുവരകൾ മാത്രമേ സർക്കിളിലേക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അത് ഇങ്ങനെ ആയിരിക്കും ഏകദേശം. ഒരെണ്ണം ദേ ഇങ്ങോട്ട് വരയ്ക്കാം, ഒരെണ്ണം ദേ ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പൊ ഇതിന് നമ്മൾ എ എന്നും പേര് കൊടുത്തു, ഇതിന് ബി എന്നും പേര് കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഉണ്ടായ ടാൻജന്റുകൾ ഏതൊക്കെയാണ്? പി എയും പി ബിയുമാണ് ടാൻജന്റുകൾ അല്ലെങ്കിൽ തൊടുവരകൾ. അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുത്താൽ 2 തൊടുവരകൾ വരയ്ക്കാം, 2 ടാൻജന്റുകൾ വരയ്ക്കാം. അവ ഏതൊക്കെയാണ്? പി എയും പി ബിയും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ വരയ്ക്കുന്ന 2 തൊടുവരകളുടെയും ഇങ്ങനെ വരയ്ക്കുന്ന 2 ടാൻജന്റുകളുടെയും ലെങ്ത് തുല്യമായിരിക്കും, അല്ലെങ്കിൽ നീളം ഈക്വൽ ആയിരിക്കും. പി എ എത്രയാണോ അത് തന്നെയായിരിക്കും പി ബി, പി ബി എത്രയാണോ അത് തന്നെയായിരിക്കും പി എ. ഇപ്പൊ ഇത് 7 സെന്റിമീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കാനുള്ള കാര്യം മനസ്സിലായല്ലോ. ദേ ഒരു സർക്കിള്, ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കിളിലേക്ക് എത്ര ടാൻജന്റുകൾ വരയ്ക്കാം? 2 ടാൻജന്റുകൾ മാത്രം. ഇപ്പൊ ഇതിന് എയും ബിയും സി എന്നും പേര് കൊടുത്താൽ എ ബിയും എ സിയും എന്ന് പറയുന്ന 2 ടാൻജന്റുകൾ. ഇതിന് രണ്ടിനും എന്തായിരിക്കും? സെയിം ലെങ്ത് ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇതാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഒരു എക്സ്റ്റേണൽ പോയിന്റ്, പുറത്തൊരു ബിന്ദുവിൽ നിന്നും സർക്കിളിലേക്ക് 2 ടാൻജന്റുകൾ, 2 തൊടുവരകൾ വരയ്ക്കാം. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യാം. ദേ ശ്രദ്ധിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചടാ. എന്താണ്? ദേ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. O വൃത്തത്തിന്റെ കേന്ദ്രമാണ്. പി എ ആൻഡ് പി ബി ആർ ടാൻജന്റ്സ്. പി എയും പി ബിയും ടാൻജന്റുകളാണ്. O സർക്കിളിന്റെ സെന്റർ ആണ്, പി എയും പി ബിയും ടാൻജന്റുകളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, പി എയുടെ ലെങ്ത് കാണാനല്ലേ? പി എയുടെ ലെങ്ത് കാണാനല്ലേ? നമ്മൾ പറഞ്ഞ കാര്യം എന്താടാ? ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന് ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുത്താൽ ഇങ്ങോട്ടേക്ക് 2 ടാൻജന്റുകൾ വരയ്ക്കാം. ഈ 2 ടാൻജന്റുകൾക്കും സെയിം ലെങ്ത് ആയിരിക്കും. ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 10 സെന്റിമീറ്റർ. അപ്പൊ നോക്കിയേ, ഇത് 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, അത് തന്നെയല്ലേ ഇതും. അപ്പൊ ഇതും എത്രയായിരിക്കും? 8 സെന്റിമീറ്റർ. അപ്പൊ പി എ കിട്ടി. എത്രയാണ്? 8 സെന്റിമീറ്റർ. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്ന ആംഗിൾ ബി എത്രയാണെന്ന്. ദേ ഈ ആംഗിൾ എത്രയാണെന്ന് പറയണം. എടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിച്ചൊരു കാര്യമുണ്ട്. ദേ ഒരു സർക്കിള്, ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ ടാൻജന്റ് വരച്ച പോയിന്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസും തമ്മിലുണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നാ പറഞ്ഞത്? 90 ഡിഗ്രി ആണെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതല്ലേ പഠിച്ചത്? ആണ്. അപ്പൊ നോക്കിയേ, ഇത് ടാൻജന്റ് ആണ്, ഇതാണ് ടാൻജന്റ് കടന്നു പോയിരിക്കുന്ന പോയിന്റ്. എടാ, ആ പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന റേഡിയസ് അല്ലേ ഇത് സർക്കിളിന്റെ സെന്റർ, റേഡിയസ് ആരമല്ലേ? അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ ബി എത്ര ഡിഗ്രി കിട്ടിയടാ? 90 ഡിഗ്രി. ഇനി അടുത്ത് വെച്ചിരിക്കുന്ന ആംഗിൾ എ ആണ്. അതുപോലെ തന്നെ ഇതേ നോക്കിയേ, ഇത് ടാൻജന്റ് ആണ്, ഇത് ടാൻജന്റ് അല്ലേ? ടാൻജന്റ് വരച്ചിരിക്കുന്ന പോയിന്റ് ആണ് എ. ആ എയിലേക്ക് വരച്ചിരിക്കുന്ന ഓയിൽ നിന്ന് വരച്ചിരിക്കുന്ന സാധനമാണിത്, അത് റേഡിയസ് അല്ലേ? അപ്പൊ ടാൻജന്റും റേഡിയസും തൊടുവരയും ആരം തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാടാ? 90 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി വന്നു? 90 ഡിഗ്രി. ശ്രദ്ധിച്ചേ. ഇനി ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്, ആംഗിൾ ഒ. ദേ ഇവിടെ 3 ആംഗിൾസും കിട്ടി. ഈ ആംഗിൾ ഒ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെടാ. ഇത് എന്ത് സാധനമാണ് നോക്കിയേ? ഈ ഫിഗർ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്?
ഈ ഫിഗർ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇത് എത്ര ഡിഗ്രിയാണെന്ന് നമുക്ക് കിട്ടി? 90 ഡിഗ്രി. ഇതെത്രയാണെന്ന് നമുക്ക് കിട്ടി? 90 ഡിഗ്രി. ഇതെത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്? 30 ഡിഗ്രി. എടാ ഇതൊരു ക്വാഡിലാറ്ററൽ അല്ലേ? ഇതൊരു ചതുർഭുജം അല്ലേ? 4 വശങ്ങളുള്ള ഒരു സാധനമല്ലേ? 4 വശങ്ങളുള്ള ആംഗിളുകൾ കൂട്ടിയാൽ മൊത്തം എത്ര ഡിഗ്രി വരും? 360 ഡിഗ്രി. ഇപ്പൊ ഇത് എത്ര ഡിഗ്രി ഉണ്ട്? 90ഉം 90ഉം 180, 180ഉം 30ഉം 210. അപ്പൊ ബാക്കി എത്ര കൂടി വന്നാ മതി? ബാക്കി എത്ര? അയ്യോ, 90ഉം 90ഉം 180, 180ഉം 30ഉം എത്രയാണ്? 210. ബാക്കി എത്ര കൂടി വന്നാ മതി? 150 കൂടി വന്നാ പോരെ? അപ്പൊ 360ൽ നിന്നും എത്ര കുറയ്ക്കണം? 210 കുറയ്ക്കണം. അപ്പൊ ആൻസർ എത്ര കിട്ടി? 150 ഡിഗ്രി. അപ്പൊ ഇവിടെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. ദേ ഇവിടെ എത്ര വരും? 180 ഡിഗ്രി. എളുപ്പമല്ലേടാ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദ്യങ്ങളൊന്ന് കറക്കിയൊക്കെ ചോദിക്കാം. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇനി അടുത്ത പാർട്ട്.